അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ച് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വെന്തെടുക്കണം. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മളിത് ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തതെന്ന് വെച്ചാൽ വളരെ വേഗം വേകാനാണ്. നമുക്ക് എല്ലാം വളരെ വേഗം ഷടപടിയും നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടത്. ഇനി മുറിക്കാൻ മടിയാണെങ്കിൽ അത് മുറിക്കാതെ തന്നെ വേണമെങ്കിലും കുക്കറിലിട്ട് നമുക്ക് വെന്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെന്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം നല്ലതായിട്ട് വെന്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാവേ. അപ്പം നമുക്ക് ഈ തണുത്തതിന് ശേഷം ഉടയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇതൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മളൊരു 1/2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചാൽ മതി. നമ്മളെടുക്കുന്ന അരിപ്പൊടിയുടെ ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ടിരിക്കും എത്രമാത്രം അരിപ്പൊടി വേണമെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളിത് എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ എടുത്ത പൊടി അരിപ്പൊടി നമുക്കിതിന് കറക്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി ഇതിന് ഒരു രുചിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവിനും രുചിക്കും ആവശ്യമായിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചേർക്കാവേ. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു നുള്ള് എടുക്കുന്നുള്ളൂ. നമുക്കൊരു നുള്ള് നമ്മുടെ ഗരം മസാലയും കൂടെ ഇടാം. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു നുള്ള് ചാട്ട് മസാലയും കൂടെ ഇടാം. ചാട്ട് മസാല ഇല്ലെങ്കിൽ അതിന് കൂടെ കൂട്ടി അങ്ങ് ഗരം മസാല ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഈ ചേർത്ത എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം സാദാ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് ഒരു ഉണ്ടപ്പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ നന്നായിട്ട് എണ്ണ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഏത് എണ്ണയിലാണ് ഇത് വറക്കാനായിട്ട് എടുക്കുന്നത് ആ എണ്ണ തന്നെ തേച്ചാൽ മതി. അതിന് ശേഷം ചെറിയ ചെറിയ ഉണ്ടകളാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാവേ. അപ്പോൾ നമ്മൾ ബോളുകളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഇത് നല്ല പരുവായിട്ടുണ്ട്. ഇനി കോരിയെടുക്കാവേ. അപ്പോൾ നമ്മൾ ആദ്യം വറുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സെറ്റ്. ബാക്കി നമ്മളിപ്പോൾ ഇതും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല അടിപൊളി ഒരു 4 മണി പലഹാരം റെഡിയാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് അവർക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, സോസ് മുക്കിയും കഴിക്കാം. നല്ല കിടുക്കാച്ച സാധനമാണ്. ഇത് ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് വളരെയധികം ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആകെ ഒറ്റ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ, പക്ഷേ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിൻ്റെ അനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെയും അരിപ്പൊടിയുടെയും ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചും ഒക്കെ ആയിട്ട് നമുക്ക് ഇത് വളരെ വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി സ്നാക്കാണ്. അപ്പോൾ ഇത് 4 മണി പലഹാരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്നാക്ക് ബോക്സുകളില്ലേ, അപ്പോൾ അതിൽ വേണമെങ്കിലും കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടുക്കാച്ച സാധനമാണ് ഇത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട്
അതിൻ്റെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. പിന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് വരാത്ത എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യണം. മാത്രമല്ല എന്താണ്, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെല്ലാവരും ഒന്ന് ഇങ്ങനത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് കൊടുക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.